ഗൾഫ് രാജ്യങ്ങൾക്ക് മുമ്പേ മലയാളികൾ കുടിയേറിയിരുന്ന രാജ്യമാണ് മലേഷ്യ, പഴയ മലായ. എസ്റ്റേറ്റ് ജോലികളും ചെറുകിട കച്ചവടവുമായാണ് ഇവിടെ മലയാളികൾ കഴിഞ്ഞുകൂടിയിരുന്നത്. തൻ്റെ കുടുംബത്തിനു വേണ്ടി മലേഷ്യൻ മണ്ണിൽ കഷ്ടപ്പെട്ടിരുന്ന ഈ മലയാളികൾക്ക് ഒത്തുചേരുവാനോ സംഘടിക്കുവാനോ സാംസ്കാരിക വേദികളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതുതലമുറയുടെ വരവോടുകൂടി കാര്യങ്ങൾ മാറി. അസംഘടിതരായ മലയാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജാതി മത ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും അതീതമായി പ്രവാസി മലയാളി അസോസിയേഷൻ മലേഷ്യ PMA മലേഷ്യ 2012 രൂപം കൊണ്ടു. 10ഓളം ചെറുപ്പക്കാർ തുടക്കം കുറിച്ച ഈ സംഘടന മലേഷ്യയിലെ മലയാളികളുടെ ആദ്യത്തെ രജിസ്റ്റേർഡ് സംഘടനയാണ്. മലയാളികളെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കലാ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും ഇന്ന് മലേഷ്യയിലെ എല്ലാ സ്റ്റേറ്റിലും സജീവമായി PMA മലേഷ്യ. മലയാളികളുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങും തണലായി പ്രവാസി മലയാളി അസോസിയേഷൻ മലേഷ്യ. ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന PMA പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകി. കോവിഡ് കാലത്ത് മലേഷ്യയിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാൻ PMA ടീം എയർപോർട്ടിലും മറ്റും നൽകിയ സേവനത്തിന് മലേഷ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ആദരവ് ഏറ്റുവാങ്ങി. മലേഷ്യയിൽ മരണമടയുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ PMA മലേഷ്യ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഒട്ടേറെ സാമൂഹ്യ സേവനങ്ങൾ നടത്തിയിട്ടുള്ള PMA മലേഷ്യയ്ക്ക് സാമൂഹ്യ സേവനത്തിന് ഒട്ടേറെ അവാർഡുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുണ്ട്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് ബാദുഷ. പ്രവാസി മലയാളി അസോസിയേഷൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. ചുരുക്കം ഒരു 10-12 പേരാണ് ഇത് സ്ഥാപകരായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 1000-ൽ കൂടുതൽ മെമ്പർമാരുണ്ട്. ഞങ്ങളിത് തുടങ്ങിയത് 2012 പ്രവാസി മലയാളി അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു അസോസിയേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഒരു ബോഡി നാട്ടിലെത്തിക്കാനോ ഒരാൾക്ക് സഹായം ചെയ്യാനോ ഒരു സംഘടനയോ ഒന്നും ഉണ്ടായിരുന്നില്ല മലയാളികൾക്കായിട്ട്. അന്ന് ഞങ്ങൾ തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ പ്രവാസി മലയാളി അസോസിയേഷൻ ഓരോ മലയാളിക്കും കൈത്താങ്ങായിട്ടുണ്ട്. അത് വളരെ വിജയകരമായിട്ട് തന്നെ അസുഖമായിട്ടുള്ളവർക്കും കോവിഡ് ടൈമിൽ നമുക്ക് അവർക്ക് ടിക്കറ്റ് പോയി സപ്പോർട്ട് ചെയ്യാനും അവർ നാട്ടിലെത്തിക്കാനും, ഫുഡ് എയർപോർട്ടിൽ വന്നിട്ട് റെസ്റ്റോറൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് ഫുഡായിട്ടും അതുപോലെ തന്നെ അസുഖമായിട്ടുള്ള ആൾക്കാരെ താമസ സൗകര്യം ഇല്ലാത്തവർക്ക് താമസ സൗകര്യം, ഫുഡ്, അതുമാതിരി ക്യാഷ് സപ്പോർട്ട്, ടിക്കറ്റ്. ചില ആൾക്കാർക്ക് ഫൈൻ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തവർക്ക് പുറത്തു പോകാൻ ഹോസ്പിറ്റൽ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതൊക്കെ അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു കാര്യമാണ് കോവിഡ് ടൈമിൽ നമ്മൾ ചെയ്യാൻ പറ്റിയത്. അതുപോലെ പ്രളയ സമയത്ത് 1/4 കോടി രൂപയോളം നമുക്ക് ഇവിടുന്ന് കേരള ഗവൺമെൻറ് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റ് ചില പ്രളയ സമയങ്ങളിൽ സാമ്പത്തികമായിട്ട് അസോസിയേഷൻ പേഴ്സണായിട്ട് പല സഹായങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ LKS മെമ്പറായിട്ട് PMAയുടെ പ്രസിഡന്റുള്ള സമയത്താണ് എന്നെ അതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ LKS മെമ്പറായിട്ട് തുടരുന്നു. ഹായ്, ഞാൻ CM അഷ്റഫ്, പ്രവാസി മലയാളി അസോസിയേഷൻ മലേഷ്യയുടെ അഡ്വൈസറാണ്, ഫൗണ്ടറിൽ ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ പ്രസിഡൻ്റായി 4 വർഷം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അഡ്വൈസറായി തുടരുന്നു. 2012 മലേഷ്യയിൽ പ്രവാസി മലയാളികളുടേതായ ഒരു സംഘടന രൂപീകരിച്ചത്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും അസംഘടിതരായിരുന്നു. പല ഭാഗത്തായിട്ട് മലയാളികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മലയാളിക്കൊരു പ്രശ്നം വന്നാൽ ഇടപെടാൻ ഒരു സംഘടനയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ആ അവസരത്തിൽ ഒരു മലയാളിയുടെ മരണമാണ് ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചത്. ഒരു മലയാളി ഒരു ബംഗാളിയുടെ കടയിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മണിക്കൂറുകളോളം കഴിഞ്ഞാണ് നമ്മൾ മലയാളികൾ അറിയുന്നതും അവിടെ ചെല്ലുന്നതും. എന്നിട്ട് ആ മയ്യത്തിനെ അല്ലെങ്കിൽ ആ ബോഡിയെ നമ്മൾ നാട്ടിലേക്ക് അയക്കാനുള്ളൊരു പദ്ധതി തയ്യാറാക്കുകയും നാട്ടിലേക്ക് അയക്കുകയുണ്ടായി. കാരണം അവരുടെ
മക്കൾ ഞങ്ങളോടൊരു ആവശ്യപ്പെട്ടത് 7 വർഷമായി ഞങ്ങളുടെ പിതാവ് നാട്ടിലെത്തിയിട്ട് ആ ബോഡിയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നമുക്കൊരു സംഘടനയും ഉണ്ടായിരുന്നില്ല, മലയാളികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത് അവരെ നാട്ടിലെത്തിക്കുകയും അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു മലയാളികൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണമെന്ന്. അങ്ങനെയാണ് പ്രവാസി മലയാളി അസോസിയേഷൻ മലേഷ്യ വെറും 10 പേരടങ്ങുന്ന ഒരു സംഘമാണ് രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് മലേഷ്യയിലെ എല്ലാ സ്റ്റേറ്റിലും കമ്മിറ്റികളുള്ള ഒരു വലിയ സംഘടനയായി, 1000-ലധികം മെമ്പർമാരുള്ള ഒരു സംഘടനയായി, ജാതി മത ചിന്തകൾക്കതീതമായി, രാഷ്ട്രീയത്തിനതീതമായി മലയാളികളുടെ ക്ഷേമത്തിനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയായി ഈ പ്രവാസി മലയാളി അസോസിയേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഹായ്, ഞാൻ മുജീബ് റഹ്മാൻ, പ്രവാസി മലയാളി അസോസിയേഷൻ്റെ 4ാമത്തെ പ്രസിഡൻ്റായി 2024 തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രവാസികളായ മലയാളികൾക്കും അതുപോലെ തന്നെ മലേഷ്യയിലെ മലയാളികൾക്കും ഒരു കൈത്താങ്ങായി നമ്മുടെ ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2024 നമ്മൾ നമ്മുടെ എല്ലാ പ്രവാസികൾക്കായി നോർക്കയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവാസി മലയാളികൾക്കായിട്ടുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏവർക്കും ഒരു ഉപകാരപ്രദമായ രീതിയിൽ പ്രവാസി മലയാളി അസോസിയേഷൻ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി മലേഷ്യയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ പ്രവാസി മലയാളി അസോസിയേഷനാണ് നമ്മളുടെ PMAM. നമ്മൾ 7ഓളം സ്റ്റേറ്റുകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് മെമ്പർമാർ നമ്മളിലേക്ക് വരാനായി ആഗ്രഹിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് മലേഷ്യ പ്രവാസി മലയാളി അസോസിയേഷൻ്റെ മെമ്പറാകാൻ സാധിക്കും. എല്ലാവരും ആഗ്രഹമുള്ളവർക്കെല്ലാം ഓൺലൈനിൽ തന്നെ നമുക്ക് പ്രവാസി മലയാളി അസോസിയേഷൻ്റെ മെമ്പറാകാൻ കഴിയും. നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2025 ഒരു മെഗാ ഷോ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും, എല്ലാ പ്രവാസി മലയാളികളും അതുപോലെ തന്നെ ഇവിടെയുള്ള മലയാളികളും മലേഷ്യയിലുള്ള ലോക്കൽ മലയാളികളും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ സലീം, പ്രവാസി മലയാളി അസോസിയേഷൻ മലേഷ്യ ജനറൽ സെക്രട്ടറിയാണ്. 2012 രൂപം കൊണ്ട ഈ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ സംഘടന പ്രധാനമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹായ്, നമസ്കാരം. ഞാൻ ജബ്ബാർ ഇടുക്കി. മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രശ്നമായി കണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിക്കുന്നതിനും എല്ലാ മലയാളികൾക്കും ഒരു നല്ല മനസ്സുണ്ട്. ആ നന്മയുടെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ട കൂട്ടായ്മയാണ് പ്രവാസി മലയാളി അസോസിയേഷൻ മലേഷ്യ. ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന മലയാളി അസോസിയേഷൻ മലേഷ്യ നാളിതുവരെ അസൂയാവഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. സംഘടനയുടെ തുടക്കക്കാരൻ എന്ന നിലയിലും അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ അതിൻ്റെ ചെയർമാനായും 2022-23 കാലയളവിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമായും നിലവിൽ സംഘടനയുടെ ഫിനാൻസ് സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നു. മലേഷ്യയിലുള്ള പ്രവാസികൾക്ക് ഒരു പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അവരോടൊപ്പം പ്രവാസി മലയാളി അസോസിയേഷൻ എന്ന സംഘടന അവർക്ക് നിയമസഹായങ്ങൾ നൽകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും PMA എന്ന ഈ സംഘടന അവരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഈ കാലയളവിൽ PMAക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഒരു ചാരിതാർത്ഥ്യമായി പറയുവാനുള്ളത്. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.